ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ കാന്താര റിവ്യൂ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നത്. ഗൈസ്, കാന്താര കണ്ടു, സൂപ്പർ പടം. കാന്താരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് ഗൈസ്. എന്താ പറയുക, അനക്ക് അതാണ് ഏറ്റവും വലിയ സംശയം. ഞാൻ എന്നാ പറയുക റിവ്യൂവിൽ ഗൈസ്. കാന്താര വണ്ണിൽ ഒരു ഗുളികൻ്റെ എൻട്രി ഉണ്ട്, നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാന്താര 2 പീക്ക് ഗുളികൻ ഗൈസ്. ഗുളികൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ഗുളികൻ. അതിൻ്റെ ചാമുണ്ടീൻ്റെ എൻട്രി ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു ഗൈസ്. പിന്നെ എടുത്തു പറയാനുള്ള ഋഷഭ് ഷെട്ടിൻ്റെ കഷ്ടപ്പാടാണ് ഗൈസ്. ഋഷഭ് ഷെട്ടി അത്ര 4-5 തവണ മരണത്തെ മുഖാമുഖം കണ്ടു. ഞാൻ ഏതോ ട്രെയിലർ റിവ്യൂവിൽ പറഞ്ഞിരുന്നു ഗൈസ്. അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തു. ഇതൊരു വമ്പൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പടം, അടിപൊളി പടം ഗൈസ്. പിന്നെ പറയുന്നത് ജയറാം സുബ്രഹ്മണ്യം ഇതിനകത്തുണ്ട് ഗൈസ്. അത് ഞാൻ ട്രെയിലർ കണ്ടപ്പം പറഞ്ഞിരുന്നു ഗൈസ്. പക്ഷേ ഇത്രക്കും പ്രധാന വേഷത്തിൽ വരുമെന്ന് ഗൈസ് വിചാരിച്ചില്ല. അടിപൊളി, ഒരു വില്ലൻ വേഷത്തിൽ വന്ന ഗൈസ്. അടിപൊളി പടമാണ്. ലാസ്റ്റ് ജയറാമിനെ കൊല്ലുന്നല്ലുണ്ട് ഗൈസ്. സ്പോയിലർ ആവുമെന്നറിയില്ലേ ഗൈസ്. ഗൈസ് അങ്ങനെയാണ്. സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, കാന്താര 1 സോങ്, കാന്താര 1 ഭാഗത്തിലെ 2 സോങ്, അതായത് കർമ്മ സോങ് വരാഹരൂപം ഇതിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ പുതിയതായിട്ടുള്ള സോങ് എന്ന് പറഞ്ഞാൽ റിബൽ എന്ന് പറഞ്ഞ സോങ്ങും, പിന്നെ ഗൈസ് ഒരു ഓഡിയോ ഇറങ്ങിയിട്ടേ, ഈ സോങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓഡിയോ ഇറങ്ങിയ ആ സോങ്ങാണ് ഉള്ളത് ഗൈസ്. ഡാൻസെല്ലാം ഉണ്ട്, ചെറിയൊരു ഗാനരംഗത്ത് ചെറിയൊരു ഡാൻസും അടിപൊളിയാണ് ഗൈസ്. ഋഷഭ് ഷെട്ടി ഒരു പുരാണ വേഷം, ഈ പുരാണ ഒരു കഥ മുന്നോട്ട് പോകുന്ന ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. ലാസ്റ്റ് സിനിമ കഴിയുമ്പം എഴുതി കാണിച്ച ഗൈസ്, കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 2 കമ്മിങ് സൂൺ ഗൈസ്. അത് ഇനിയിപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റിലീസ് ഉണ്ടാവും ഗൈസ്. ട്രെയിലർ കാണുമ്പം ഇത്രക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഒരു വമ്പൻ തിരിച്ചുവരവാ ഗൈസ്. കാന്താര 1 എത്ര ഒരു ഹൈപ്പ് ഉണ്ടാവില്ലേ, കാന്താര 1 ഹൈപ്പിനേക്കാണ് ഒരു എക്സ്ട്രീം ഹൈപ്പ്, അതായത് എക്സ്ട്രീം ലെവലിലെ ഗൈസ് കാന്താര 2 ചെയ്ത് വെച്ചിരിക്കുന്നത്, അടിപൊളി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക ഗൈസ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം, സാധാരണ കാന്താര 1 അത് 2D മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇത് 2D ഓടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി സിനിമ 2D ഓടുന്നുണ്ട്, ICE ഓടുന്നുണ്ട്, IMAX ഓടുന്നുണ്ട് ഗൈസ്. ഞാൻ കണ്ടത് ഡോൾബി സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ ഡോൾബി സിനിമ 2D ഞാൻ കണ്ടത് ഗൈസ് കാന്താര. അതന്നെ ഇത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടിയേ. അന്നേരം നിങ്ങൾ ആലോചിച്ച് നോക്കണം, IMAX 2D അല്ലാന്നെങ്കിൽ ഗൈസ്. അത് കൊച്ചിയിലൊന്നും ഇവിടെ എൻ്റെ അടുത്തൊന്നും ഇവിടെ IMAX ഇല്ല ഗൈസ്. IMAX ഉണ്ട്, പോകണമെന്നുണ്ട്. കണ്ണൂരിലില്ലാണ്ടായിപ്പോയി IMAX ഗൈസ്. എൻ്റെ ഒരു അറിവിൽ IMAX കോഴിക്കോട് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. കോഴിക്കോടോ കൊച്ചിയിലായിട്ടുണ്ട് IMAX ഗൈസ്. IMAX കാണുന്നുണ്ടെങ്കിലോ അടിപൊളി എക്സ്പീരിയൻസ് എടുക്കും. ഞാൻ ഡോൾബി സിനിമയിൽ കണ്ടത് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗൈസ്, കറണ്ട് പോയതാണ് ഗൈസ്. എനിക്ക് ഇത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ IMAXൽ അടിപൊളി എക്സ്പീരിയൻസ് എടുക്കും ഗൈസ്. പിരാന്ത് റിവ്യൂ ചെയ്യുമ്പോൾ കറണ്ട് പോയി ഗൈസ്. എനിവേ, കറണ്ടിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, നമ്മളെ റിവ്യൂ വൈൻഡപ്പ് ചെയ്യുക ഗൈസ്. എനിക്ക് ഇത്രയും പറയാനുള്ളത് ഗൈസ്. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. ഞാൻ അന്ന് പറഞ്ഞ ചലഞ്ച് വീഡിയോ അങ്ങനെ ഞാൻ റിലീസ് ചെയ്ത് ഗൈസ്, ചില്ലി ചലഞ്ച് അത് ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. എനിക്ക് റിവ്യൂ ഇത്ര പറയാനുള്ളൂ ഗൈസ്. കാന്താര എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ചാണ്. ഡോൾബി സിനിമയിൽ കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇതായിരിക്കും. IMAX കണ്ടാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. എനിക്ക് IMAX കാണാൻ പറ്റാത്ത ചെറിയൊരു വിഷമമുണ്ട്. IMAX ആകുമ്പം ആലോചിക്കുമ്പോൾ തന്നെ ഒരു വലിയ എന്തെല്ലോ സംഭവം തോന്നുന്നത് ഗൈസ്. എന്തായാലും നമ്മൾ ഇന്നത്തെ റിവ്യൂ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ഗൈസ്. ഗൈസ്, ഒരു വ്ളോഗ് നാളെ മറ്റന്നാൾ വരും, ഒരു കിടക്കാച്ച് വ്ളോഗ് എന്നൊക്കെ തോന്നുന്നു. എന്തായാലും വരും ഗൈസ്. പിന്നെ പ്ലേലിസ്റ്റും തുടങ്ങിയിട്ടുണ്ട്, 2 പ്ലേലിസ്റ്റ് നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്, അതും കാണാം ഗൈസ്. ബൈ.